കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി റിക്കവറി, ന്യൂട്രീഷൻ ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലായപ്പോഴാണ് നമുക്ക് മനസ്സിലായത് വർക്കൗട്ട് പറഞ്ഞ ചെറിയൊരു ഭാഗം മാത്രമാണ്. എല്ലാവരും വിചാരം കുറെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ പമ്പ് വരുമ്പോൾ മസിൽ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇനി കുറച്ചുകൂടി വർക്കൗട്ട് ചെയ്യും, ഇനി കുറച്ചുകൂടി മസിൽ ഉണ്ടാവുന്നുണ്ട്, ആ ലെവലിൽ വർക്കൗട്ട് ചെയ്യും. എന്താ ചെയ്യണത്? ഡാമേജ് ചെയ്യാണ്, ഡാമേജ് അങ്ങനെ വിടാണ്. ഇനി അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അടുത്ത മസിലിന് വീണ്ടും ഡാമേജ് ചെയ്യും. ആ ഡാമേജ് വന്നുകൊണ്ടേ നിൽക്കും. ശരിയാണ്, നിങ്ങൾക്ക് പമ്പ് കിട്ടിക്കൊണ്ടേ നിൽക്കും. പക്ഷെ റിക്കവറി ഉണ്ടാവില്ല, കറക്റ്റായിട്ട് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. അത് നമ്മൾ ആലോചിക്കണില്ല. നമുക്ക് ജസ്റ്റ് എപ്പോഴും കണ്ടാൽ മാത്രം മതി. വലുതാക്കണം എന്നില്ല ഒരു ഇത് വേണമെങ്കിൽ റിക്കവറിയാണ് മെയിൻ. റിക്കവറി ഇല്ലാതെ അത് വലുതാവില്ല. അപ്പൊ ഇതിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് റിക്കവറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. ഫസ്റ്റ് ഒക്കെ ഞാൻ എന്ത് കാട്ടി, ലോഡ് കുറച്ച് വന്നു. കുറെ വർക്കൗട്ടിന് പകരം കുറച്ച് വർക്കൗട്ട് ആക്കി. ചെസ്റ്റിന് ഒരു 3 കളി, ഷോൾഡർ 2 കളി, പുഷ് പുള്ളൊക്കെ സ്പ്ലിറ്റൊക്കെ മാറി. അതേപോലെ ഇപ്പൊ ഞാൻ ആഴ്ചയിൽ 3 ദിവസം ട്രെയിൻ ചെയ്യുന്നുള്ളൂ. ആഴ്ചയിൽ 3 ദിവസം വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ. അത് കളിക്കണ സമയത്ത് മാക്സിമം കളിക്കും. ഇപ്പൊ ചെസ്റ്റിന് ഞാൻ ഇപ്പൊ കളിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ നാളെ